ബിഗ് ബോസ് വിന്നറൊക്കെ ആയി പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫംഗ്ഷനിലും പബ്ലിക് ഇവൻസിലും അടുപ്പിച്ചടുപ്പിച്ച് കാണാറുണ്ട്. പക്ഷെ ജിൻഡോനെ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ. നമ്മളിങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് വിളിച്ചാലും നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല. കാരണം എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട്. ഞാൻ ട്രെയിനറാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ ട്രെയിൻ ചെയ്യിക്കാനാണ്. പിന്നെ എനിക്ക് UK, അമേരിക്ക, കാനഡ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതെൻ്റെ പ്രൊഫഷണലാണ്. അപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനിരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല. അതെൻ്റെ പ്രശ്നമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ കാണാറുണ്ട്, അറ്റ്ലീസ്റ്റ് പുറത്തേക്കെങ്കിലും. പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ജിൻഡോ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നു എന്നൊരു പ്രതീതി എല്ലാവർക്കും ഉണ്ട്. ഈ മെയിൻ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ കമൻസിലായാലും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ സുഹൃത്ത്, അതായത് ഞാൻ പണ്ടായാലും എന്ത് കാര്യത്തിനായാലും എനിക്ക് ഇപ്പം നിലവിൽ പ്രസൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ട്രെയിനിങ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എനിക്ക് 8 ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്. അതൊക്കെ നോക്കണ്ടേ? ഞാൻ ആലോചിക്കുക, നമുക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എനിക്ക് അതൊക്കെ നോക്കണം. അതാണ് ഞാൻ അവിടെയുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ഞാൻ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യില്ല, ചിലപ്പോൾ ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ, നിങ്ങൾക്ക് ഒരു ആപത്ത് വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ ഉണ്ടാവും. ആ സ്പോട്ടിലുണ്ടാവും. നിങ്ങൾ എൻ്റെ നമ്പർ കാണാപ്പാടെ പഠിച്ചു വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉണ്ടാവും, നിങ്ങൾ രക്ഷിച്ചു. പക്ഷേ അവരുടെ എല്ലാ പ്രോഗ്രാം കാര്യവും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഞാൻ ഒരാളേ ഉള്ളൂ. അതിന് മാത്രം അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ടെന്നുള്ള ടാഗ് നമ്മളവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മണ്ടെന്നുള്ളത്? ഒരു ബിഗ് ബോസ് വിന്നർ എനിക്ക് അടിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ വിചാരിക്കുന്ന ഞാൻ മണ്ടനാണ്. അത് അവർ തന്നൊരു സാധനമാണ്. എന്താ, അവർ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എല്ലാവരും ചീത്ത വിളിക്കാറും ഗെയിം കളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ എനിക്ക് നമുക്ക് ഗെയിം കളിക്കാറില്ല, നമ്മൾ മണ്ടനാണ്. പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടേക്ക് പോയത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം പോലെ എല്ലാ എപ്പിസോഡും കലക്കി കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത്. പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ. പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്കൊന്ന് കളിച്ചവരാണ് വിൻ ചെയ്തിട്ടുള്ളത്. സിംഗിളായിട്ട് കളിച്ചവരെ ബിഗ് ബോസിനും വിൻ ചെയ്തല്ലോ. പിന്നെ 24 പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടുതലുള്ള അവിടെ ദിശയുടെ മാത്രമേ കൂടുതൽ കമ്പനിയാണ്. പിന്നെ ജാൻമണി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആരും ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടായില്ല. എല്ലാം ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുക്കും. നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെയും ഗെയിം പ്ലാനും അവരുടെയും ഗെയിം പ്ലാനും. കാരണം അത് അവിടെ തീരും. കാരണം ആ ടാഗ് ലൈൻ പലരും ആണെങ്കിൽ പുറത്ത് വന്നപ്പോൾ മുതലെടുത്തായിട്ട് തോന്നി. അത് പല ഒരു വട്ടം ഒരു ഇന്റർവ്യൂവിനകത്ത് ജിൻഡോ പറയുന്നത് കേട്ടായിരുന്നു അതിനെക്കുറിച്ച്. സായിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അപ്പം ആഘോഷിക്കാൻ എല്ലാവരും പോയിട്ടുണ്ട്. എന്താ ജിൻഡോ പോകത്ത്? ഞാൻ സായിനെ വിളിച്ചിരുന്നു രാവിലെ. എനിക്ക് 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. രാവിലെ ഒരു ഫിലിമിൻ്റെ പൂജ സ്വിച്ച് ഓൺ ചെയ്ത് ഞാനാണ്. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടേതായ ഡെഡിക്കേഷൻ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാണ്ട് നമുക്ക് ഇനി സമയമുണ്ട്. ഇതുപോലത്തെ അവസരം നമുക്ക് ഇനി കിട്ടില്ല. പിന്നെ സായിനെ വിളിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വിഷ് ചെയ്തായിരുന്നു. ഇന്നലെ വിഷ് ചെയ്തു. ഇങ്ങനെ എനിക്ക് എൻ്റെ സംഭവം ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. വേറെ ഒരു കുഴപ്പമില്ല. ഇനി എന്തെങ്കിലും കോൺട്രാക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എന്തായാലും വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? അതായത് പല ആരോപണങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾക്ക് പ്രൈസ് മണി കിട്ടിയത് പറഞ്ഞു പോയി. അല്ല, പ്രൈസ് മണി കുറഞ്ഞില്ലല്ലോ. നമ്മൾ ശരിക്കും അതിന് ടാക്സ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ബാധ്യസ്ഥനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 35 സംതിങ് കിട്ടി. അത് ഞാൻ ബാധ്യസ്ഥനാണ് കൊടുക്കാൻ സർക്കാരിന്. ഞാൻ സർക്കാരിന് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നത്. കാരണം അത് വേറെ എങ്ങുമ്പോൾ അല്ല പോണത്. നമ്മുടെ മക്കൾക്കായിട്ടാണ് തിരിച്ചു വന്നത്. എനിക്ക് മക്കൾ തന്നെ തന്ന കപ്പ.